ശ്രീ വി പി സാനു കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ വി പി സാനു, ഈ വിഷയത്തിൽ മലപ്പുറം ജില്ല നേർ വിഭജിക്കണം, തിരൂർ കേന്ദ്രീകരിച്ച് പുതിയ ജില്ല വേണം, ഈ ആവശ്യം ഒരു ലീഗ് MLA ആണ് പരസ്യമായി ഉന്നയിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് സാധ്യതകളുണ്ടോ? അതല്ലെങ്കിൽ ജില്ലാ വിഭജനം കൊണ്ട് ജില്ലയുടെ വികസനം സാധ്യമാകുമോ? എങ്ങനെ കാണുന്നു നിങ്ങൾ ഈ ആവശ്യത്തെ? ഒന്നാമത്തെ കാര്യം, ഇത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നത് ആരാണ്? ഇത് SDP ആണ്, പോപ്പുലർ ഫ്രണ്ടും SDP ആണ് ഇത് ആദ്യമായിട്ട് ജില്ല വിഭജിക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നത്. തിരൂര് കേന്ദ്രീകരിച്ച് ഒരു ജില്ല, തീരദേശ മേഖലകൾ ഉൾക്കൊള്ളുന്ന ഒരു ജില്ല എന്ന രൂപത്തിലുള്ള ആവശ്യം ഉന്നയിക്കുന്നത് ചില സംഘർഷങ്ങൾ RSSും NDF ഒക്കെ നിലനിൽക്കുന്ന കാലത്ത് തുടങ്ങിയതാണ്. അതിനുശേഷം SDP ഇതുമായി ബന്ധപ്പെട്ടിട്ട് ജില്ലയിലാകെ വിവിധ പ്രചരണ പരിപാടികളും എല്ലാം നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക് ഒരു തീവ്രവാദ സ്വഭാവമുള്ള സംഘടന ഉന്നയിച്ചിട്ടുള്ള ഒരു മതപരിവാദ സംഘടന ഉന്നയിച്ചിട്ടുള്ള ആവശ്യമാണ് ഇപ്പോൾ ലീഗ് MLA തന്നെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ നമ്മുടെ നാട്ടിലെ വികസനം ഇപ്പോൾ വരുന്നത് ജില്ല അടിസ്ഥാനത്തിലാണോ? അല്ലല്ലോ. ഇപ്പോ ഇവിടെയാണ് ഏതാണ്ട് 2.5 MP ഉള്ള സ്ഥലമാണ്. 2 ലോക്സഭാ മണ്ഡലവും വയനാടിന്റെ വലിയൊരു ഭാഗവും വരുന്ന ജില്ലയാണ്. 16 നിയമസഭാ മണ്ഡലമുണ്ട്. 16 നിയമസഭാ മണ്ഡലം മറ്റൊരു ജില്ല ഈ കേരളത്തിലില്ല. 94 പിന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ 12 മുനിസിപ്പാലിറ്റിയും 14 ബ്ലോക്ക് പഞ്ചായത്തും 33 സീറ്റിലേക്ക് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് ജില്ലാ പഞ്ചായത്ത് സീറ്റും വർദ്ധിക്കുകയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നാട്ടിലേക്ക് വികസനത്തിന് ആവശ്യമായിട്ടുള്ള പണവും വരുന്നത്. ഒരു ജില്ല പുതുതായി രൂപീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതർത്ഥത്തിൽ വികസനം സാധ്യമാകുമെന്നുള്ളതാണ് പറയുന്നത്. ആ അർത്ഥത്തിൽ ജില്ലയുടെ വികസനം സാധ്യമാക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ കൂടുതൽ ഈ പ്രദേശത്തുകാർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ള നിലയിലല്ല ഇതിനെ മുസ്ലിം ലീഗ് കാണുന്നത്. നേരത്തെ പോപ്പുലർ ഫ്രണ്ട് SDP ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം അത് കൂടുതൽ മുന്നോട്ട് വെക്കുക വഴി അത്തരത്തിൽ തീവ്രവാദ സംഘടനകളുമായിട്ട് അടുക്കാനുള്ള ഒരു നീക്കത്തിന്റെ കൂടി ഭാഗമാണ്. അത്തരം ആളുകളുടെ ആവശ്യം കൂടി അത്തരം ആളുകളുടെ പിന്തുണ ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പൂർവാധികം ശക്തിയോടുകൂടി അവർക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആവശ്യം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഒരു വാദം കൂടി ഉയരുന്നുണ്ട്. ഒരു ജില്ല നേർ വിഭജിക്കുകയല്ല, ചില ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ചുകൊണ്ടുള്ള വിഭജനമാവാം. നേരത്തെ ഈ CP മുഹമ്മദ്, കോൺഗ്രസിന്റെ മുൻ MLA, പട്ടാമ്പി MLA ഒക്കെ പറയുന്നത് വള്ളുവനാട് കേന്ദ്രീകരിച്ച്, അതായത് മലപ്പുറം ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും ഭാഗങ്ങളെ ഉൾപ്പെടുത്തി ഒരു ജില്ല എന്ന ആവശ്യം നേരത്തെ ഉള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ ജില്ല വേണ്ടി വരുമെങ്കിൽ അത്തരം ആലോചനകൾക്ക് പ്രസക്തിയുണ്ടോ? അത്തരം ജില്ലകൾ പുതുതായിട്ട് വരുന്നതെന്ന് പ്രത്യേകിച്ച് പിന്നെ എതിർക്കുന്ന സ്ഥിതിയില്ല. പക്ഷെ എന്തിന് ഈ ജില്ല വരുന്നതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണമല്ലോ. ഇപ്പോ പിന്നെ മലപ്പുറം ജില്ല അങ്ങ് വിഭജിച്ചു എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ വള്ളുവനാട്, പഴയ വള്ളുവനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ജില്ല, ഇതുകൊണ്ടുണ്ടാവുന്ന നേട്ടം ആർക്കാണ്? വള്ളുവനാട് കേന്ദ്രീകരിച്ച ഒരു ജില്ല ഉണ്ടാവുന്നത് വഴി ഇവിടെ പഴയ മലപ്പുറം ജില്ല വേറെ പിന്നെ ഭൂമിശാസ്ത്രപരമായി കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള ജില്ലയായിട്ട് മാറും. ഇവർ പറയുന്ന അർത്ഥത്തിലാണെങ്കിൽ എല്ലാ പ്രദേശത്തുള്ള ആളുകൾക്ക് സമീപിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് മാറും. അപ്പൊ ആ അർത്ഥത്തിൽ പുതിയൊരു ജില്ല രൂപീകരിക്കുന്നു. ഇപ്പൊ ഏറ്റവും അവസാനം രൂപീകരിച്ചിട്ടുള്ള ജില്ലയാണ് വയനാട്. ആ വയനാട് ജില്ല രൂപീകരിച്ചത് അതിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുക എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലകളിൽ ഒന്നായിട്ട് വയനാട് തുടരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ജില്ലയുടെ വിഭജനം കൊണ്ട് ജനങ്ങൾക്കോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ആ മേഖലക്കോ മെച്ചമുണ്ടാകും എന്നുള്ളതിന് യാതൊരുവിധ തെളിവും നിലവിലുള്ള അനുഭവങ്ങളും ഇല്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വാസ്തവത്തിലുള്ള കാര്യങ്ങളല്ല, കൂടുതൽ ഈ പറയുന്ന താലൂക്കുകൾ ഉൾപ്പെടെ പുതുതായി രൂപീകരിക്കുകയും ആ നിലയ്ക്കുള്ള ആവശ്യമാണ് ഉന്നയിക്കേണ്ടത്. ആ നിലക്ക് ഉള്ള മാറ്റങ്ങൾ ഇനിയും മലപ്പുറം ജില്ലയിലും മലബാർ മേഖലയിലും വരേണ്ടതുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ജില്ല രൂപീകരിക്കുക എന്നുള്ളതല്ല, ജില്ല വിഭജിക്കുക എന്നുള്ളതല്ല ഒരു പരിഹാരം. ഒരുപക്ഷെ ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വിഷയം എന്ന രീതിയിൽ കൂടിയാണോ ലീഗ് ഇത് ഉന്നയിച്ചതിന് പിന്നിൽ? കാരണം പുതിയൊരു ജില്ല വരട്ടെ എന്നതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ഒരു വികാരമുണ്ടാക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. അപ്പോൾ ബോധപൂർവമായൊരു ചർച്ചയാണോ ഇപ്പോൾ അവർ ഉയർത്തിവിടുന്നത്? അത് ബോധപൂർവമായിട്ടുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, SDP ആണ് ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത്. SDP-യുടെ ഒരു പരസ്യമായിട്ടുള്ള പിന്തുണയോട് കൂടിയിട്ടാണ് പിന്നെ മുസ്ലിം ലീഗും UDF-ഉം ഇപ്പോൾ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ നിരോധനത്തോട് കൂടിയിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള വലിയ സ്പേസ് ഈ പ്രദേശത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ള പണി ചെയ്യുക എന്നുള്ളതാണ് അവര് ഈ പറയുന്ന ആവശ്യങ്ങൾ ഇവർ കൂടുതൽ ശക്തമായിട്ട് മുസ്ലിം ലീഗ് തന്നെ ഏറ്റെടുത്ത് ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നത്.
ഓക്കെ, ഇത് UDF-ലെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ ഉണ്ടാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്. എന്തായാലും CPM-ന്റെ നിലപാട് വ്യക്തമാണ്. പക്ഷേ അതല്ല, ഇത് ലീഗ് ഇതൊരു ആവശ്യം ഒന്ന് ഉന്നയിക്കുമോ? ലീഗ് ഒരു MLA-ക്ക് അപ്പുറം ഇത് പൊതുവായി ഉന്നയിക്കുമോ? കോൺഗ്രസിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയുണ്ടോ? കോൺഗ്രസ് ഇതിന് പിന്തുണക്കുക എന്നുള്ളത് കോൺഗ്രസ് കണ്ടു തന്നെ അറിയണം. കാരണം ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന സമയത്ത് ഏറ്റവും ശക്തമായി ഈ ജില്ലാ രൂപീകരണത്തെ എതിർത്ത പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി. അന്ന് ഭൂമിശാസ്ത്രപരമായി വലിയ കോഴിക്കോടും പാലക്കാട് ജില്ലയുടെയും ഭാഗമായി കിടന്നിരുന്ന ഒരു വലിയ പ്രദേശത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1969 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായ പ്രചരണം അന്ന് ജനസംഘത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ ജില്ല രൂപീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്. അന്ന് ആ സമരത്തിന് ഏറ്റവും മുമ്പിൽ നിന്നിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവും പിന്നീട് മന്ത്രിയൊക്കെ ആയിരുന്ന ഗംഗാധരൻ MP ഗംഗാധരൻ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ കോൺഗ്രസ് ഇനിയും അത്തരത്തിൽ ജില്ലാ വിഭജനം അല്ലെങ്കിൽ പുതിയ ജില്ല രൂപീകരിക്കുന്നതിനെ അനുകൂലിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ശരി, വളരെ നന്ദി പി സാനു പ്രതികരിച്ചു. എന്തായാലും CPM-ന്റെ നിലപാടാണ് പറയുന്നത്. KP റഹ്മത്തുള്ള തുടരുന്നുണ്ട്. KP